മറ്റൊരു ഊട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഊട്ടിയിൽ നമ്മുടെ റൂമിലാട്ടുള്ളത്. ഇതായിരുന്നു നമ്മുടെ റൂം. 800 രൂപയായിട്ട് ഈ റൂമിന് വാടക. ഈ ഒരു ബാഗാണ് നമ്മൾ കൊണ്ടുവന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റൂമാട്ടോ. ഇവിടെ നമ്മൾ സിംഗിളായിട്ട് വരുന്നവർക്ക് റൂം കിട്ടാൻ നല്ല പാടാണ്. അപ്പോൾ റൂം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നല്ല റെൻറ്റും ആട്ടോ അവിടെ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഊട്ടിയിൽ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത നമ്മുടെ കോടനാട് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോകാം. അപ്പോൾ നമ്മൾ ഇന്നലെ ഊട്ടിയിലെത്തി ഇവിടെ റൂം എടുത്ത് ഇവിടെ നീലഗിരി മൗണ്ടൻ റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ സ്റ്റേ ചെയ്തു. എന്നിട്ട് ഇന്ന് രാവിലെ നമ്മളിപ്പോൾ സമയം ഏകദേശം 10 മണിയായിട്ടു. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ കോടനാട് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോകും. ഞാൻ വിചാരിച്ചത് രാവിലെ ഒരു 6 മണിക്കാകുമ്പോഴേക്കും എഴുന്നേറ്റ് പോകണമെന്നായിരുന്നു കേട്ടോ. നമുക്ക് എന്തായാലും ആ സമയത്ത് എണീക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഭയങ്കര തണുപ്പാട്ടോ, പുറത്തിറങ്ങാൻ പറ്റാത്ത തണുപ്പായിരുന്നു. അപ്പോൾ ഈ ഒരു കുപ്പി വെള്ളമൊക്കെ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പം വെള്ളമൊക്കെ കിട്ടുന്നത് ഈ കോലത്തിലാട്ടോ. അപ്പം നമ്മൾ ഇന്നലെ വാങ്ങിച്ച വെള്ളമായിരുന്നത്. നല്ല തണുപ്പ്. ഇതുപോലും കുടിക്കാൻ പറ്റില്ല കേട്ടോ, അത്രയ്ക്ക് തണുപ്പാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി റൂം ചെക്കൗട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങണം. പുറത്തിറങ്ങിയിട്ട് നമുക്ക് ഇവിടുന്ന് ബസ് എടുത്ത് പോകണം കേട്ടോ. ഇവിടുന്ന് കോടനാട് വ്യൂ പോയിന്റിലേക്ക് നേരിട്ട് ബസ്സില്ല. നമുക്ക് കൊത്തഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് വേണം ബസ് പിടിച്ച് പോകാൻ കേട്ടോ. ഒരു 1.5 മണിക്കൂർ നേരത്തെ യാത്രയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം റൂം ചെക്കൗട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഞാനങ്ങനെ റൂം ചെക്കൗട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇതായിരുന്നു നമ്മുടെ ലോഡ്ജ്, രാജ ലോഡ്ജ് കേട്ടോ. ഈ ലോഡ്ജിന് മുമ്പിലായിട്ട് ഇതാ കോലമൊക്കെ വരച്ചേക്കുന്നത് കാണാം. അതുപോലെ ഇതിന് മുകളിലേക്കൊക്കെ ആയിട്ട് ഒരുപാട് വീടുകൾ കാണാം കേട്ടോ. നമുക്ക് അടിപൊളിയാണ് കാണാൻ. ഈ ഒരു വഴിയാണ് നമ്മൾ ഇന്നലെ ഇറങ്ങി നമ്മുടെ നീലഗിരി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തോട്ടൊക്കെ പോയത്. അതിൻ്റെ കാഴ്ചകളൊക്കെ മുമ്പത്തെ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വഴി ഇങ്ങനെ താഴത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡിലെത്താൻ പറ്റും. സ്റ്റാൻഡിലെത്തിയിട്ട് നമുക്ക് കോത്തഗിരി ഭാഗത്തോട്ട് പോകണം. എന്നിട്ട് വേണം നമുക്ക് കോടനാട് പോകാൻ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വഴി ഇറങ്ങി താഴത്തോട്ട് ഇങ്ങനെ പോവാം. അങ്ങനെ ഒരു ജംഗ്ഷനിലെത്തി കേട്ടോ. നമുക്ക് ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ബോർഡ് കാണാം കേട്ടോ. ടൂറിസ്റ്റ് ഓഫീസ് ബോട്ട് ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഭാഗത്തോട്ട് ആരമാർഗ്ഗമൊക്കെ കാണാം. അതുപോലെ ബസ് സ്റ്റാൻഡൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്താട്ടോ. നമുക്ക് അങ്ങോട്ട് പോകണം, എന്നിട്ട് വേണം ബസ് പിടിക്കാൻ. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഉള്ളൊരു കാഴ്ച ഉണ്ടല്ലേ, നല്ല തട്ടായിട്ടുള്ള മലകളും അതിന് മുകളിലൊക്കെ ആയിട്ടുള്ള വീടുകളൊക്കെ ആയിട്ട്. ഇവിടുന്ന് എല്ലാ ഭാഗത്തോട്ടുള്ള ബസ്സുകളൊക്കെ കിട്ടും കേട്ടോ. എന്തായാലും നമുക്ക് ബസ് സ്റ്റാൻഡിലോട്ട് പോവാം. നമ്മൾ ഊട്ടി ബസ് സ്റ്റാൻഡിലെത്തിട്ടോ. ഇതാണ് നമ്മുടെ ഊട്ടി ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് ഈ കോത്തഗിരി ഭാഗത്തോട്ടുള്ള ബസ്സൊക്കെ ആ ഒരു സൈഡിലാണ് കിടക്കുന്നത്, രണ്ട് സൈഡിൽ. അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് ബസ് പിടിക്കണം, എന്നിട്ട് കോത്തഗിരി ഭാഗത്തോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് ഒരു ചായ പിടിക്കണം. ഒരു ചായക്കട തിരഞ്ഞെടുക്കാം കേട്ടോ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കാണാം. എന്തായാലും നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോയി വെക്കാം, എന്നിട്ട് ചായ കുടിച്ചിട്ട് ബസ്സിൽ കയറി പോകാം കേട്ടോ. നമുക്ക് കോത്തഗിരി സൈഡിലോട്ട് ബസ് ഇതായിത്തീരും കേട്ടോ. നമുക്ക് ഇതിലേക്ക് കയറാം. ഇവിടെ കുറച്ച് ടൈമുണ്ട്, എന്നിട്ടൊക്കെ പോവുള്ളൂ കേട്ടോ ഇവിടുന്ന്. എന്നാലും നമുക്ക് ഇതിനകത്തേക്ക് കയറാം. ഞാനങ്ങനെ നമ്മുടെ ബസ്സിനകത്തേക്ക് കയറിട്ടോ. ഇതിനകത്ത് ആരുമില്ല, എന്തായാലും പോകാൻ ഇഷ്ടം പോലെ സമയമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കാം. എന്നിട്ട് നമുക്ക് കോത്തഗിരി ഭാഗത്തോട്ട് പോകാം കേട്ടോ. നമ്മുടെ ഊട്ടി കാഴ്ചകളൊക്കെ കണ്ടിട്ട്. ഊട്ടി സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ നാട്ടിലോട്ടും അതുപോലെ മൈസൂർ ഭാഗത്തോട്ടും പാലക്കാട് ഭാഗത്തോട്ടൊക്കെ ഒരുപാട് ബസ്സുകൾ കിട്ടും കേട്ടോ. നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ. നമുക്ക് ഈ മൈസൂർ ഭാഗത്തോട്ടൊക്കെയുള്ള ബസ് കിടക്കുന്ന കാണാം. അതുപോലെ ഞാൻ ഇന്നലെ വന്നത് നാട്ടിൽ നിന്ന് 12 മണിക്ക് എടുത്തിട്ട് ഇവിടെ ഏകദേശം 4 മണിക്ക് എടുക്കുന്ന ഒരു ബസ്സിനായിരുന്നു. അത് തിരിച്ച് 5 മണിക്ക് തന്നെ നമ്മുടെ നാട്ടിലോട്ട് തിരിച്ചു പോകും. അത് മലപ്പുറത്തോട്ടുള്ള ബസ്സാട്ടോ. അപ്പോൾ 5 മണിക്കത് ഇവിടുന്ന് എടുക്കും. ഇവിടുന്ന് നമുക്ക് അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് എന്തായാലും നമ്മുടെ കോത്തഗിരി ഭാഗത്തോട്ട് പോകട്ടെ. എന്നിട്ട് നമുക്ക് അവിടുന്ന് കോടനാട് ഭാഗത്തോട്ടുള്ള ബസ് കിട്ടും. അതാണ് നമ്മുടെ പ്ലാൻ കേട്ടോ. കറക്റ്റ് 10:15 നമ്മുടെ വണ്ടി സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ടോ. നമ്മളിപ്പോൾ കോത്തഗിരി ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ബ്ലോക്കിൽ വിട്ട് കിടക്കാം കേട്ടോ. കണ്ടില്ലേ, അങ്ങനെയായിട്ട് ഇങ്ങനെ ഒരുപാട് വണ്ടികൾ കാണാം. നല്ല മുട്ടം ബ്ലോക്കാട്ടോ. എപ്പോൾ തീരുന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം.
കോത്തഗിരി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ കോത്തഗിരി ബസ് സ്റ്റാൻഡ്. ഇവിടെ എന്തൊക്കെ പരിപാടിയൊക്കെ നടക്കും കേട്ടോ. ഒരുപാട് പോലീസുകാരൊക്കെ ഉണ്ട്. എന്തോ പ്രകടന പരിപാടികളൊക്കെയാണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് കോടനാട് ഭാഗത്തോട്ട് പോകണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ ഇവിടെ നമുക്ക് കോടനാട് ഭാഗത്തോട്ട് ബസ് കിട്ടും. അപ്പോൾ നമുക്കിനി അത് നോക്കാം കേട്ടോ. നമ്മുടെ ബസ് ഇപ്പോൾ വരുന്ന കേട്ടോ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചെറിയ രീതിയിലുള്ള വെയിലൊക്കെ വന്നുകൊണ്ട് വലിയ തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അപ്പം കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബസ് വരും. എന്നിട്ട് നമുക്ക് കോടനാട് ഭാഗത്തോട്ട് പോകാം കേട്ടോ. അതുപോലെ ഈ കോത്തഗിരി ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു കാഴ്ച കേട്ടത്. അടിപൊളി വ്യൂ കേട്ടോ. ഇവിടുന്ന് നല്ല ഹൈറ്റിൽ തേയിലത്തോട്ടങ്ങളും അതുപോലെ ആ ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളൊക്കെ കാണാം കേട്ടോ നമുക്ക്. എന്തായാലും അടിപൊളി കാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ബസ്സിന് വരുന്നത് 12:30 കേട്ടോ. ഇപ്പോൾ സമയം 12:15 ആയി. ബസ് എന്തായാലും അവിടെ വരും. അപ്പോൾ നമുക്ക് കയറാം കേട്ടോ. നമ്മൾ ബസ്സിലോട്ട് കയറിട്ടോ. നമ്മുടെ ബസ് 12:30 ഇവിടുന്ന് എടുക്കും. അപ്പം ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാഴ്ചയൊക്കെ കണ്ടങ്ങനെ പോകട്ടോ. ഇവിടുന്ന് കോടനാട് വരെ ഇനിയൊരു 10-20 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു 1/4 മണിക്കൂർ സമയം എടുക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. കറക്റ്റ് ഒരു 1:30 ആയപ്പോഴേക്കും നമ്മൾ കോടനാട് വ്യൂ പോയിന്റിൽ എത്തിയിട്ടോ. ഈ ഭാഗത്തായിട്ട് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാം. ഒരാൾക്ക് വരുന്നത് 30 രൂപ കേട്ടോ. അതുപോലെ ഈ ഒരു ഭാഗത്തോട്ടൊക്കെയുള്ളൊരു കാഴ്ച നോക്കി എൻ്റെ പൊളി കേട്ടോ. ആ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് നല്ല രീതിയിൽ ക്ലൗഡ് ബിഡ്സ് ഒക്കെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് അവിടെ ഒരു ടവർ ഉണ്ട് കേട്ടോ, വാച്ച് ടവർ. അവിടെ നിന്ന് കാണാം. അതുപോലെ ഈ ഒരു ഭാഗത്തോട്ടൊരു ചെറിയൊരു വ്യൂ പോയിന്റ് ഇങ്ങനെ ഒരു വഴി കാണാം. അതിലെ പോലും കാണാം കേട്ടോ. എന്തായാലും അടിപൊളിയാണ്. നമ്മൾ വന്ന ബസ്സാട്ടോ ഈ കിടക്കുന്നത്. ഈ കോത്തഗിരിയിൽ നിന്ന് കോടനാട് വരെ വരുന്നത് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് 14 രൂപ കേട്ടോ. അതുപോലെ നമ്മൾ കോത്തഗിരി വരെ ഊട്ടിയിൽ നിന്ന് 22 രൂപ കേട്ടോ ടിക്കറ്റ് ചാർജ് വരുന്നത്. അതുപോലെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് തേയിലത്തോട്ടങ്ങളും അങ്ങോട്ട് നല്ല വ്യൂ ഒക്കെ കാണാം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടുന്ന്. എന്തായാലും പൊളിയാട്ടോ ഈ ഒരു കോടനാട് വ്യൂ പോയിന്റ്. അതുപോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് ഒക്കെ കാണാം കേട്ടോ. 4 വീലറും 2 വീലറും. ഇവിടെ പാർക്കിങ്ങിന് ചാർജൊന്നും വരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വാച്ച് ടവറിൻ്റെ മുകളിലൊന്ന് കയറാം. എന്നിട്ട് അവിടുത്തെ വ്യൂ ഒന്ന് നോക്കാം കേട്ടോ. അതുപോലെ ഈ വാച്ച് ടവറിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ക്യാൻറ്റീൻ കാണാം കേട്ടോ. നമുക്ക് ടീയും അത്യാവശ്യം വേണ്ട സ്നാക്സൊക്കെ ഇവിടെ കിട്ടും. ഇതിന് മുകളിലായിട്ടോ വാച്ച് ടവർ. എന്തായാലും നമുക്ക് മുകളിലേക്ക് കയറി വെക്കാം. ഞാനങ്ങനെ ഈ വാച്ച് ടവറിൻ്റെ ഏറ്റവും മുകളിലെത്തിയിട്ടോ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. എൻ്റെ മോനെ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ അല്ല ഈ ഒരു വാച്ച് ടവറിൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് വന്നിട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആയിട്ടൊരു വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ഭാഗത്തായിട്ട്. അതുപോലെ അങ്ങോട്ടുള്ളൊരു വ്യൂ നോക്കി അടിപൊളിയായിട്ടൊക്കെ കാണാൻ. ഈ വാച്ച് ടവറിന് മുകളിലായിട്ടൊരു ഫാൻസി ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. അതുപോലെ നമുക്ക് ഇതിനകത്തൂടെ കാണാനൊക്കെ പറ്റും ഇവിടുന്ന്. ഞാനങ്ങനെ അതിൻ്റെ മണ്ടയും താഴത്തോട്ട് ഇറങ്ങിട്ടോ. നമുക്ക് ഈ ഭാഗത്തായിട്ട് ക്യാൻറ്റീനൊക്കെ കാണാം. അതുപോലെ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുറച്ച് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റും. നമ്മൾ വന്ന ബസ് പോയിട്ടോ. ഇനി 1 മണിക്കൂർ ഗ്യാപ്പിൽ ബസ് ഉണ്ട് ഇവിടുന്ന് ഈ കോത്തഗിരി ഭാഗത്തോട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി പോയിട്ട് ഒരു ചായ കുടിക്കാം കേട്ടോ. നല്ല തണുപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ചായ കുടിച്ചിട്ട് വരാം. ഞാനങ്ങനെ ഒരു ചായ പറഞ്ഞ് നമ്മുടെ ചായ അത് അവിടെ എത്തിയിരുന്നു കേട്ടോ. കുഞ്ഞ് ഗ്ലാസ് കേട്ടോ. പക്ഷേ ഈ തണുപ്പത്ത് ഇത് മതി. അടിപൊളി കേട്ടോ കുടിക്കാൻ.
അപ്പോൾ എന്തായാലും നമുക്കിനി ചായ കുടി കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ചായ കുടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ മാഗി അതുപോലെ സമൂസയൊക്കെ കിട്ടും. നമ്മളെന്തായാലും ചായ മാത്രമേ കുടിച്ചുള്ളൂ. അതുപോലെ ഇവിടെ നമുക്ക് ഈ പജ്ജിമുളകൊക്കെ ഉണക്കാൻ വെച്ചേക്കുന്നത് കാണാം. അതുകൊണ്ടല്ലേ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുന്ന് അടുത്ത വ്യൂ പോയിൻറ്റിലേക്ക് പോകട്ടോ. നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ കയറി കഴിഞ്ഞാൽ അടുത്തൊരു വ്യൂ പോയിൻ്റ് കാണാം. അവിടെ പോയി അതും കൂടെ കണ്ടിട്ട് വരാം. ഇങ്ങനെ വഴിക്ക് ഇവിടെ ആയിട്ടൊരു ബോർഡൊക്കെ വെച്ചേക്കുന്നതാണ് കേട്ടോ. മൃഗങ്ങളെ ഫീഡ് ചെയ്യരുത്, വാഹനങ്ങൾ റഷായിട്ട് ഓടിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ പ്ലാസ്റ്റിക് ഇടരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇവിടെ അത്യാവശ്യം എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി താഴത്തേക്ക് ഇറങ്ങാം. അതുപോലെ ഇവിടെ PayTM സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. PayTMും ഗൂഗിൾ പേ ഒക്കെ ഉണ്ട്. പക്ഷേ BSNLൻ്റെ സിം മാത്രമേ വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. നമ്മളെന്തായാലും ഈ ഒരു വ്യൂ പോയിൻറ്റിലേക്ക് ഇങ്ങനെ ഇറങ്ങാം കേട്ടോ. ഇപ്പോൾ വഴിയൊക്കെ കണ്ടില്ല, അടിപൊളി കേട്ടോ. നമുക്ക് ഇതിലെങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവിടെയും കാണാൻ ഒരു വ്യൂ പോയിൻറ്റ്, അതുപോലെ അവിടെയും കാണാം കേട്ടോ. ഒരുപാട് പേരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. ഞാനങ്ങനെ ഈ ഒരു വഴി നടന്ന് ആ ഒരു വഴി ഇങ്ങനെ ഇറങ്ങി വന്ന് ഈ ഒരു വ്യൂ പോയിൻറ്റിൽ എത്തിട്ടോ. നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി കാഴ്ചയാണ്. നേരത്തെ കണ്ടത് തന്നെ, പക്ഷേ കുറച്ചും കൂടി അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് കൃഷിസ്ഥലങ്ങളൊക്കെ കാണാം. അതുപോലെ അങ്ങോട്ടൊക്കെ കാണട്ടെ ഒരുപാട്. നമ്മളിങ്ങനെ ക്യാമറയിൽ കാണുമ്പോൾ വലിയ ക്ലിയർ കാണത്തില്ല. കുറേ ഇങ്ങനെ ക്ലൗഡും ഫോഗൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ മൂടി കിടക്കാം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഫോഗുണ്ട്. അതുപോലെ അങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ ക്ലൗഡ് ബേർഡ്സൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് ദൂരത്തോട്ട് ക്യാമറയിൽ അത്ര ക്ലാരിറ്റി കാണില്ല. ഞാനിങ്ങനെ ഈ ഒരു വ്യൂ പോയിൻറ്റിൽ വന്നിട്ട് 10 മിനിറ്റ് ആയിട്ടോ. ഈ ഒരു കാഴ്ചയൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കാം കേട്ടോ. നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട്. അതുപോലെ ഈ ഭാഗത്തും കുറേ മച്ചന്മാരുണ്ട്. അവിടെയും കാണാം കേട്ടോ ഒരുപാട് പേര്. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന രീതിയിലാണ്. കുറേ ഫാമിലീസൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. എന്തായാലും അടിപൊളി കേട്ടോ. വന്നതിന് മുതലായി ഇവിടെ. നമുക്ക് ആ വെള്ളച്ചാട്ടമൊക്കെ ഇവിടുന്ന് കാണാം കേട്ടോ, അങ്ങ് ദൂരമായിട്ട്. ഞാനങ്ങനെ ആ ഒരു ഭാഗത്തുനിന്ന് ഇതിൻ്റെ ഈ ഒരു എൻഡിലോട്ട് വന്നിട്ടോ. നമുക്ക് ഇവിടം വരെ പോകാം. ഇവിടെ നിന്ന് അങ്ങോട്ട് വെയിലൊക്കെ കിട്ടിയിട്ട് പോകാൻ പറ്റില്ല. അതുപോലെ അവിടുത്തെ അതേപോലത്തെ വ്യൂ തന്നെ അടിപൊളിയാണ് കാണാൻ. ഇവിടെ മൊത്തം ക്ലൗഡ് ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. എന്തായാലും പൊളി വ്യൂ ആണ് കോടനാട് വ്യൂ പോയിൻ്റ്. നമുക്ക് ഊട്ടിയിൽ നിന്ന് ഒരു 1-2 മണിക്കൂറും കൊണ്ട്, ഒരു 2 മണിക്കൂർ ട്രാവൽ ചെയ്ത് നമുക്കിവിടെ എത്തി 2 മണിക്കൂറും കൊണ്ട് തിരിച്ചു പോകാം കേട്ടോ. നമുക്കൊരു 1 മണിക്കൂർ ഇവിടെ കണ്ടു നിന്നാലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം മുതലാവും. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുന്ന് മുകളിലേക്ക് കയറാം കേട്ടോ. ഞാനങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് തിരിച്ച് മുകളിലേക്ക് കയറി കേട്ടോ. നമ്മൾ ബസ് ഇറങ്ങിയൊരു പോയിൻ്റ് ആയിരുന്നത്. ഇവിടെ ഇനി 1 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു ബസ് വരും, അതിന് തിരിച്ചു പോകാൻ കേട്ടോ നമ്മുടെ പ്ലാന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഊട്ടിയിൽ നിന്ന് കോടനാട് വ്യൂ പോയിൻറ്റിലേക്ക് വരുന്ന കാഴ്ചകളും അതുപോലെ വ്യൂ പോയിൻറ്റിൻ്റെ കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.